എന്ന് പറയുന്നത് ആ ആ വാരിയലിൽ നിന്ന് സൃഷ്ടിച്ചത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട് അസ്ഥിയിൽ നിന്ന് അസ്ഥിയും. അത് അങ്ങനെ 2 അധ്യായങ്ങളിലായി, 2 ഭാഗങ്ങളിലായി, 2 രീതികളിലായി അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് കർത്താവ് നമുക്ക് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കാണുന്നുമുണ്ട്. എന്തായിരുന്നാലും സ്ത്രീയുടെയും പുരുഷന്റെയും സൃഷ്ടി ആത്മീകമായി ഒരുപോലെയുള്ള ദൈവസ്വരൂപമുള്ള മനുഷ്യരാണ്. മനുഷ്യന് നൽകിയിട്ടുള്ളത് വ്യത്യാസമായി കൊടുത്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം ഛായയിലും ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും സ്ത്രീയെ സൃഷ്ടിച്ചെന്നോ പുരുഷനെ സൃഷ്ടിച്ചെന്നോ അല്ല, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെയുള്ള ദൈവത്വത്തിന്റെ അനുഭവം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് പുരുഷനുമുണ്ട്, സ്ത്രീക്കുമുണ്ട്. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ആദാമിന് കൂടുതലും അല്ലെങ്കിൽ ഹവ്വായിക്ക് കുറവും എന്നുള്ള, സ്ത്രീക്ക് കുറവും എന്നുള്ള അർത്ഥത്തിൽ എന്നൊന്നുമില്ല. അത് രണ്ടും ഒരേ അർത്ഥത്തിലാണ്. ഒരുപോലെ ദൈവസ്വരൂപമുള്ള ഒരേ മനുഷ്യത്വമാണ് ഈ മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ളത്. അത് 2 രീതിയിൽ പറയുന്നത് മാത്രം. ആദാമിന്റെ വാരിയിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നുണ്ട്. അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം എന്ന ഒരു വ്യാഖ്യാനം കൂടി അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയും വിവാഹം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, അതിന്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യങ്ങൾ കർത്താവ് ഉദ്ധരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, വിവാഹ കൂദാശയിൽ നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വേദഭാഗം കൃത്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കർത്താവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. കർത്താവിനോട് വിവാഹമോചനം വിവാഹമോചനത്തെ സംബന്ധിച്ച് പരീശന്മാർ കർത്താവിനോട് ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് പഴയ നിയമത്തിൽ നിന്ന് വേദഭാഗത്തിൽ നിന്ന് എടുത്ത് അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. വിവാഹമോചനം സംബന്ധിച്ച് പറയുന്നുണ്ട്. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ന്യായമാണോ? മോശയുടെ ന്യായപ്രമാണത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഭാഗം. അപ്പോ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തോലിക സഭയെ സംബന്ധിച്ചിടത്തോളം വിവാഹവും വിവാഹമോചനത്തെ സംബന്ധിച്ചും കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നാണ് കർത്താവിന്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് കൃത്യമായിട്ട് അവരോട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പഴയ നിയമകാലം മുതൽ, അന്ന് മുതൽ, പഴയ ആ ഒരു കാലം മുതൽ തുടങ്ങിയാണ്. ദൈവം സംയോജിപ്പിച്ചതാണെങ്കിൽ അത് മനുഷ്യൻ വേർപിരിക്കാനുള്ള അനുവാദമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ക്രിസ്തീയ സഭയിൽ ആ വിശ്വാസം ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും ദൈവം ആശീർവദിച്ചതും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ട് ആ ഐക്യം നിലനിർത്തി പോകണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വേർപിരിയുക എന്നൊരു കാര്യമോ ഒന്നും അതിൻ്റെ അകത്ത് ഇല്ല. പക്ഷെ വേർപിരിയുന്നതിനുള്ള കാരണങ്ങൾ ചിലത് പറയുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. എങ്കിലും മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ വേർപിരിയരുത് എന്നാണ് സഭ ഇന്നും വിചാരിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ദൈവം ആണ് സംയോജിപ്പിച്ചത്, ദൈവമാണ് അവർക്ക് ഈ യോജിപ്പ് നൽകിയത്. അതുകൊണ്ട് അതിനെ വേർപിരിക്കരുത് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇനിയും ഈ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ഒരു ബന്ധമാണ് മണവാളനും മണവാട്ടിയും തമ്മിൽ എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹ കൂദാശയിലെ എല്ലാ പാട്ടുകളിലും നമ്മൾ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പാടുന്നത്. ഈ നിൽക്കുന്ന മണവാളനെ മണവാട്ടിയെയും കുറിച്ചല്ല ഒരു പാട്ടും പാടുന്നത്. എല്ലാ പാട്ടുകളും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് സുന്ദരികളിലെ സുന്ദരി നീ എന്ന് പാടുമ്പോൾ നമ്മൾ നിൽക്കുന്ന മണവാട്ടിയെ കുറിച്ചോ മണവാളിനെ കുറിച്ചോ ഒന്നും അല്ല നമ്മൾ പറയും. നമ്മളത് പ്രത്യേകം ഓർക്കണം. അത് അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയല്ല, പക്ഷേ സുന്ദരിയായ ഈ സഭയെ മണവാളനായ ക്രിസ്തു വേൾക്കുവാൻ വരുന്നു എന്നുള്ള ഈ ഒരു വ്യാഖ്യാനം. അപ്പൊ അത് വ്യക്തികളെ സംബന്ധിച്ചല്ല, സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അതിൻ്റെ ഉള്ളിൽ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്ന വേദഭാഗമുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ
അതിൻ്റെ ഉള്ളിൽ പിന്നെ വലിയ ഒരു 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 അർത്ഥം, ആ അർത്ഥം നമ്മുടെ പ്രാർത്ഥനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പറയുക: വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹനിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും ചെയ്ത സത്യമണവാളനായ കർത്താവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത്, വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്തു, എല്ലാ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മരണത്തോടുകൂടി അത് വെടിപ്പാക്കി ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീർന്നു. അതാണ് കർത്താവ് സഭയ്ക്ക് വരനായി തീർന്നു. അങ്ങനെ ചെയ്ത സത്യമണവാളനായ കർത്താവ് എന്നാണ് നമ്മുടെ വിവാഹ കൂദാശയിലെ എല്ലാ പ്രാർത്ഥനകളിലും സത്യമണവാളനായ കർത്താവ് വായിക്കുന്ന ഭാഗങ്ങൾ ഒരുപാട് ഇടങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമ ഭാഗങ്ങളും സങ്കീർത്തന ഭാഗങ്ങളും എല്ലാം ചേർത്താണ് നമ്മുടെ പാട്ടുകളും വായനകളും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹ കൂദാശയുടെ പുസ്തകം നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അതെടുത്തൊന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ അതിലെ പാട്ടുകളൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ചാൽ, അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പഴയ നിയമം, പുതിയ നിയമം, സങ്കീർത്തന ഭാഗം, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ചേർത്താണ് ആ പാട്ടുകളൊക്കെ അത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബന്ധം, സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം അങ്ങനെ ചേർന്ന് പോകുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യ ഭാഗത്ത് വിവാഹ കൂദാശയെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് പരാമർശിച്ചു പോയ സമയത്ത്, ഏത് ചാപ്റ്ററിലാണ് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും നമ്മൾ ആ പരാമർശിച്ചു പോയപ്പോ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു മണവാളനും മണവാട്ടിയും പള്ളിയിൽ വരുമ്പോൾ ആദ്യം മണവാട്ടി പള്ളിക്കകത്ത് കയറുകയും മണവാളൻ രണ്ടാമത് കയറുകയും ചെയ്യുന്നതിന്റെ കാരണം സഭയാകുന്ന മണവാട്ടി ക്രിസ്തുവാകുന്ന മണവാളന് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊരു പ്രതീകം. ഇന്ന് നമുക്ക് ഈ പാശ്ചാത്യവൽക്കരണം നമ്മുടെ നമ്മുടെ കൂദാശകളിൽ, വിവാഹം മാത്രമല്ല കൂദാശകളിൽ വന്ന് കയറിയത് കൊണ്ട് മണവാളനും മണവാട്ടിയും രണ്ടുപേരും കൈപിടിച്ച് ഒരുമിച്ച് കയറി വരുന്ന രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് പഴയ രീതിയിലേക്ക്, നമുക്ക് നമ്മുടേതായ ഒരു ഓർത്തഡോക്സിയിലേക്ക്, നമ്മുടെ വിശ്വാസത്തിലേക്ക്, രീതിയിലേക്ക് പോയാൽ നന്നായിരിക്കും എന്ന് ഞാൻ അന്ന് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിവാഹബന്ധം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ഈ ലോകത്തിൽ അവസാനിക്കുന്ന ഒരു ബന്ധമല്ല ഇത്, അല്ലെങ്കിൽ നമ്മൾ ഉപരിപ്ലവമായി മുകൾ തട്ടിൽ കാണുന്ന ഒരു സ്നേഹബന്ധമല്ല. മറിച്ച് ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെ വിവാഹം എന്ന കൂദാശ മണവാളനും മണവാട്ടിയും ഒരുമിച്ച് ചേർന്ന് അവരുടെ ജീവിതത്തിൽ ഒരു സഭയായി അങ്ങനെ കൊണ്ടുപോകുന്ന സഭ. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ പൗലോസ് ശ്ലീഹയൊക്കെ ഇതിനെ ഗാർഹിക സഭ എന്നൊക്കെ വിളിച്ചത്. ഒരു ഇടവക പോലെ ഒരു കുടുംബം, ആ യൂണിറ്റ് ആയിത്തീരുന്നത് ഗാർഹിക സഭ എന്നൊക്കെ വിളിച്ചതിന്റെ ഒരു കാരണവും ഇതുമായി ബന്ധപ്പെടുത്തിയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. അതിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, പൗലോസ് ശ്ലീഹ ഗാർഹിക സഭ എന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധമല്ല. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ ഈ ക്രൈസ്തവ വിവാഹ കൂദാശയിലൂടെ ഒന്നായി തീരുന്ന മണവാളനും മണവാട്ടിയും കർത്താവും സഭയുമായുള്ള ബന്ധത്തിന്റെ രഹസ്യത്തിലും എല്ലാം പങ്കാളികളാകുന്നത് കൊണ്ട് ഇവിടെയാണ് അതിനെ കൂദാശ എന്ന് പറയുന്നത്. അപ്പോ കൂദാശ എന്നുള്ള വാക്ക് വിവാഹത്തിന് വരുന്നതിന് കാരണം, വിവാഹം ഒരു കൂദാശയായി മാറുന്നതിന് കാരണം, ഈ മണവാളനും മണവാട്ടിയും കർത്താവും സഭയുമായിട്ടുള്ള ബന്ധത്തിന്റെ രഹസ്യത്തിന്റെ പങ്കാളികളായി തീരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ബന്ധത്തെ നമ്മൾ ഒരു കൂദാശ, അല്ലെങ്കിൽ ഇതിനെ ഒരു സാക്രമെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ കാരണം. അത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോഴും യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ അവിശ്വസ്തയായത് മൂലം തള്ളിക്കളഞ്ഞു. പുതിയ ഇസ്രായേൽ എന്ന സഭയാകുന്ന മണവാട്ടിയെ മശിഹാ തനിക്ക് വധുവായി സ്വീകരിക്കുകയും ചെയ്തു എന്നൊക്കെ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിലുണ്ട്. ഇസ്രായേൽ തെറ്റിപ്പോയപ്പോ, ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോ എന്താ ചെയ്തത്? ദൈവത്തിൽ നിന്ന് അകന്നുപോയ സമയത്ത് പുതിയ ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ, പുതിയ ഇസ്രായേൽ എന്നുള്ളത് വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് വായിക്കുമ്പോൾ നമ്മൾ കണ്ടു. പുതിയ ഇസ്രായേൽ എന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കണ്ടു. അപ്പോ
ആ, ഈ വിവാഹത്തിന്റെ സംബന്ധിച്ച് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ഇടങ്ങളിൽ മണവാളനായും ക്രിസ്തു മണവാളനായും വരുന്നതിന്റെ കുഞ്ഞാടിന്റെ നമ്മള് പിന്നെ വെളിപാട് പുസ്തകം വായിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യുഗാന്ത്യത്തിന്റെ സമയം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ വിരുന്നിനെ കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നെന്നൊക്കെ വെളിപാട് പുസ്തകം നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം കുഞ്ഞാടിന്റെ വിവാഹ വിരുന്ന് എന്നൊക്കെ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പഴയ കാലങ്ങളിൽ ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ വിവാഹത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണയുണ്ടായിരുന്നു. വിവാഹം മ്ലേച്ഛമാണെന്നും തിന്മയാണ് എന്നൊക്കെ ചില വിഭാഗം ആളുകൾ അതിനെ പ്രചരിപ്പിച്ചു. അതായത് ജ്ഞാനവാദികൾ, മനിക്കേയ മതക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ വിവാഹത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഒക്കെ പഠിപ്പിച്ചു. എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. പിന്നെ പഴയ നിയമകാലത്ത് മറ്റൊരു ചിന്തയുണ്ടായിരുന്നു. പഴയ കാലങ്ങളിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന മറ്റൊരു ചിന്തയാണ്, കർത്താവ് ഉടനെ വരും, പിന്നെ വിവാഹം കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിവാഹം ഉപേക്ഷിച്ച ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ അത് വിവാഹത്തെ സംബന്ധിച്ച് പറയുന്നത്, പൗലോസ്ലീഹ വിവാഹത്തെ സംബന്ധിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എന്നാൽ ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും എന്ന് പറഞ്ഞാൽ, ഒരുവന് ഞാനായിരിക്കുന്നതിലെ അവിവാഹിതനായും, എന്നാൽ ഒരുവൻ അങ്ങനെ വിവാഹം കഴിക്കുന്നത് അത് ഓരോരുത്തർക്കും അവരവർക്ക് കൃപാവരം ലഭിച്ചിരിക്കുന്നത് അനുസരിച്ച് ചെയ്യണം. അതുകൊണ്ട് എന്തിനാ അവിവാഹിതരുണ്ടാകുന്നത് സഭയിൽ എന്ന് പറയുമ്പോൾ അവിവാഹിതരെ സംബന്ധിച്ച് എന്താ പറയുന്നത്? സന്യാസിമാരെ കുറിച്ച് എന്താ പറയുന്നത്? സന്യാസിമാർ അവർ സഭയെ വിവാഹം ചെയ്തു എന്നൊക്കെ. പോയോ? കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലേ? കേൾക്കാമല്ലോ, ഞങ്ങൾക്കെല്ലാം കേൾക്കാം. കേൾക്കുന്നുണ്ടോ? പിന്നെ ഓക്കെ. അപ്പോ പൗലോസ്ലീഹ പറഞ്ഞു കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾക്ക് ഒരാൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരു നിർബന്ധങ്ങളൊന്നുമില്ല. കഴിക്കണമെന്ന് നിർബന്ധമില്ല, കഴിക്കരുതെന്നും നിർബന്ധമില്ല. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും അവിവാഹിതരായി ഇരിക്കണം എന്ന് നിർബന്ധമില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഈ വിവാഹ കൂദാശയെ സംബന്ധിച്ച്, വിവാഹത്തിന്റെ കൂദാശയെ സംബന്ധിച്ച് പറയുന്നത്, ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം വംശവർദ്ധനയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വ്യത്യാസം മാത്രമാണെന്നും, അതുകൊണ്ട് ഈ വ്യത്യാസം ഒരു മൗലിക സാധുതയുള്ളതല്ലെന്നും നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസിനെ പോലെയുള്ളവരൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, പുനരുദ്ധാനത്തിൽ മനുഷ്യർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ് എന്ന് കർത്താവ് സാദൂക്യരോട് പറഞ്ഞ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാം വാക്യത്തിൽ അതിനെ ചൊല്ലിയാണ് പല ആളുകളും വിവാഹത്തെ സംബന്ധിച്ച് അങ്ങനെ വന്നത്. സന്യാസ പ്രസ്ഥാനം ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവിവാഹിത അവസ്ഥയ്ക്ക് അർത്ഥം കൊടുക്കുകയും അതനുസരിച്ച് അവര് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അവിവാഹിതരായിരിക്കുന്ന ആൾ വരുവാനിരിക്കുന്ന ലോകത്തിന്റെ അനുഭവം ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വായത്തമാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർ വിവാഹം കഴിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ വാദം. അവർ പറയുന്നതിന്റെ കാരണം, വരാനിരിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, അതിന്റെ അനുഭവം ഈ ലോകത്തിൽ വെച്ച് തന്നെ അവർ സ്വായത്തമാക്കി എന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മള് ഇപ്പം മത്തായിയുടെ സുവിശേഷം 22:30 പറയുന്നത്, പുനരുദ്ധാനത്തിൽ മനുഷ്യർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല എന്ന് കർത്താവ് പരീക്ഷന്മാരോടും സാധുക്യരോടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിവാഹിതർ പറയുന്നത്, ഇനി അടുത്ത ഒരു ലോകത്തിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ചെയ്തു തീർത്തു എന്നാണ് പറയുന്നത്. ഇനി വിവാഹ കൂദാശയുടെ എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൽ അങ്ങനെ വ്യാഖ്യാനമൊന്നുമില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് വിവാഹത്തെ സംബന്ധിച്ച് അധിക കാര്യങ്ങളൊന്നും പറയുന്നില്ല. കേൾക്കാമോ? കേൾക്കാം അച്ഛൻ പറഞ്ഞു. ഞാൻ എന്റെ ഡിസ്കഷൻ ഒന്ന് വന്നായിരുന്നേ. ഓക്കെ. ഇപ്പൊ ശരിയായല്ലോ, എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ.
വിവാഹത്തെ സംബന്ധിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളൊന്നും ഈ പുസ്തകത്തിൽ കൊടുക്കുന്നില്ല. വിവാഹത്തെ സംബന്ധിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചിന്തിക്കാനും ഒക്കെ അതിന്റെ ആഴമേറിയ ചിന്ത ഒരുപാട് വരാനുണ്ട്. പക്ഷെ അതൊന്നും അതിൻ്റെ അകത്ത് അത്രയും വ്യാഖ്യാനം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. എന്നാലും ഇതിന്റെ 2 ഭാഗങ്ങളുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. വിവാഹ കൂദാശയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം മോതിരം വാഴ്വിന്റെ ശുശ്രൂഷയും, രണ്ടാമത്തെ ഭാഗം കിരീടം വാഴ്വിന്റെ ശുശ്രൂഷയും. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം അതിനെക്കുറിച്ച് നമ്മൾ കുറെ നാൾ മുമ്പ് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. എങ്കിലും അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ആദ്യ ഭാഗം നിശ്ചയത്തിന്റെ ഭാഗം മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മോതിരം വാഴ്വ് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയ ശുശ്രൂഷ, നിശ്ചയ കൂദാശ എന്നാണ് അതിന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് യഥാർത്ഥത്തിൽ വിവാഹ കൂദാശ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗം വീടുകളിൽ വെച്ച് അവർ തമ്മിൽ എടുത്തിട്ടുള്ള ഉറപ്പ്, നമുക്ക് ഈ വിവാഹ ഉറപ്പ് നമ്മൾ പറയുമല്ലോ, എൻഗേജ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പേര് ശരിക്കും സഭ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അത് ആളുകൾ ചേർന്ന് വെറുതെ എടുക്കുന്ന അത് അംഗീകരിച്ച് അങ്ങനെ തമ്മിലുള്ള ധാരണ എടുത്തതിനെ പള്ളിയിൽ വന്ന് ആദ്യ ഭാഗമായ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ നടത്തി മോതിരങ്ങൾ കൈമാറുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ സഭ അവരെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കുന്നതിലേക്ക് വരുന്നത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കല്യാണോറപ്പ് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. കല്യാണോറപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സഭ അതിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. പിന്നെ വൈദികർ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ചടങ്ങായി മാറി പിന്നീട് എന്നുള്ളത് കൊണ്ട് വൈദികരൂടെ വന്ന് സാക്ഷികളായി നിൽക്കുന്നു എന്നുള്ളത് സഭ അറിഞ്ഞ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ വെച്ച് മോതിരം മാറാനൊന്നും നമുക്ക് അനുവാദമില്ല, അവകാശമില്ല. മോതിരം മാറാനുള്ള അവകാശം സഭയ്ക്കാണ്, അത് വ്യക്തികൾക്കല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം മാറുന്ന ഒരു ശുശ്രൂഷ അല്ല നമ്മുടേത്. അത് സഭയാണ് അവരെ മോതിരം അണിയിക്കുന്നത്. അതുകൊണ്ട് അതങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് അതിന് സഭയുടെ അർത്ഥം എന്തുവാ കൊടുക്കുന്നതിന്? സഭയാണ് അത് അംഗീകരിച്ച് നടത്തുന്നത് എന്നുള്ളതാ. ഉറപ്പ് നടത്തുന്നത് സഭയാണ്. സഭയാണ് സഭയാ ഉറപ്പിക്കുന്ന, അവരെ മണവാളനും മണവാട്ടിയുമായി പിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത് സഭയാണ്, വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇനി മുതൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു എന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയിൽ ജീവിക്കാൻ അവകാശമില്ല. സഭ അതൊരു കൗദാശിക അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോ അത് നമ്മള് മോതിരം മാറുന്നത്. അപ്പൊ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കിരീടങ്ങൾ വാഴ്ത്തി ആവസിപ്പിച്ച് ആ കിരീടങ്ങൾ, ആ പാട്ടുകളൊക്കെ നമുക്ക് അറിയാവുന്ന വാനിൽ നിന്നൊരു മകുടം എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ നമുക്ക് അറിയാവുന്ന ഭാഗവുമാണ്. കിരീടങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയും, കിരീടം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ധരിക്കുന്നതാണല്ലോ കിരീടം. അതിനെ സംബന്ധിച്ച് കിരീടം വെക്കുന്നത്, രാജത്വം എന്ന് പറയുന്നത് കുരിശിന്മേൽ തൂക്കപ്പെട്ടിരിക്കുന്ന നീതി സൂര്യനെ സഭ കണ്ട് അമ്പിളി പോലെ ശോഭിക്കുന്നു എന്നാണ് ആ സമയത്ത് നമ്മൾ പാടുന്ന പാട്ട്. മണവാളന്റെ കിരീടത്തെ ഉപമിക്കുന്നത് മുൾമുടിയോടാണ്. മണവാളൻ തൻ മകുടം നമ്മൾ ആ പാട്ട് പാടുമ്പോൾ അതിന്റെ പ്രതിവാക്യമായി ചൊല്ലുന്ന പാട്ടിൽ സതിമാർ മുടിയോട് സദൃശ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓരോന്നിനോടും ഉപമിച്ചുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ ഉപമയാണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്. ഗ്രീക്ക്, റഷ്യൻ ഓർത്തഡോക്സ് സഭകളിൽ ഈ കിരീടത്തെ രക്തസാക്ഷികളുടെ കിരീടത്തോടാണ് അവർ ഉപമിച്ചിരിക്കുന്നത്. അപ്പോ എന്തായാലും ഒരു ലൗകിക അനുഭവത്തിലല്ല ഈ കിരീടത്തെ സൂചിപ്പിക്കുന്നത്. ഇതൊരാത്മീകമായ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഒരു കിരീടത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പം സ്വർഗരാജ്യത്തിന്റെ കിരീട അവകാശികൾ എന്നുള്ള അർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാം. അപ്പൊ ഓരോ സഭകളിലും അത് അവരവരുടേതായ വ്യാഖ്യാനങ്ങളിലൂടെയാണ് അത് പോകുന്നത്. ഇതിനെ ഈ കിരീടത്തെ നീതിയുടെയും സന്തോഷത്തിന്റെയും കിരീടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നീതിയുടെയും സന്തോഷത്തിന്റെയും കിരീടം. വധൂവരന്മാരുടെ കിരീടങ്ങൾ സത്യപൂർണവും നീതിപൂർവവും പരിശുദ്ധാത്മ സന്തോഷം നിറഞ്ഞതുമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്കാണ് അവരെ നയിക്കുന്നത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കിരീടം എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ ആത്മീകമായ അഭിവൃദ്ധി അവരെ കൊടുത്ത്
അവർക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ബന്ധത്തെ സൂചിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒന്നായിട്ട് അതിനെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനിയും ദമ്പതികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാ? ഒരു കുടുംബമായി ദമ്പതികൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം എന്താ? വിവേകത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന്റെ മക്കളായി തീരണം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും അവർക്ക് ജനിക്കുന്ന മക്കൾ നല്ല സാക്ഷ്യമുള്ള ഈ കൗദാശിക ജീവിതത്തിലൂടെ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നവരായി തീരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ല സാക്ഷ്യമുള്ളവരും കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരുമൊക്കെ ആയിത്തീരണം എന്നാണ്. ആദ്യകാലങ്ങളിൽ അക്രൈസ്തവനായ ഭർത്താവിനോടുകൂടി ഭാര്യയോടുകൂടി ഭർത്താവോ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അതാണല്ലോ പൗലോസ്ലീഹ തന്റെ ലേഖനത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. അത് സഭയുണ്ടായപ്പോ എൻ്റെ ഭർത്താവ് പൗലോസ്ലീഹ ഇങ്ങനെ പല പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഉത്തരം പറയുമ്പോൾ അവർക്ക് ഉത്തരം കത്തയക്കുമ്പോഴൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ക്രൈസ്തവ ജീവിതത്തിന്റെ വിശ്വാസം കണ്ടിട്ട് നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ ഈ വിശ്വാസത്തിലേക്ക് വരണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അതാ. അവരൊരുമിച്ച് ജീവിക്കുവാൻ അവിശ്വാസിയും വിശ്വാസിയും കൂടി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പൊ അന്നേരം നമ്മുടെ ഒരു നല്ല സാക്ഷ്യമുണ്ടായി ആ സാക്ഷ്യത്തിനനുസരിച്ച് അവർ ദൈവികമായ സ്വഭാവത്തിൽ ജീവിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒറ്റ കാര്യമേ ഉള്ളൂ, മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്ന ദമ്പതിമാരാകണം. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് നല്ല സാക്ഷ്യത്തിനും മാതൃകയോടുകൂടി ജീവിക്കുന്നതിനും വരുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലാണ് കുടുംബജീവിതം, അതിന്റെ സാക്ഷ്യം, അതിന്റെ നിലനിൽപ്പ്, അതിന്റെ അർത്ഥം. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരുന്ന ഒന്നായി വിവാഹത്തെ കാണുവാൻ കഴിയണം. അതിന് ആത്മീകമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ പവിത്രമാണ്, അതുപോലെ ഹൃദയബന്ധമുള്ളതാണ്, അതുപോലെ വിലയ്ക്ക് വാങ്ങിയതാണ്, അതുപോലെ ചേർത്ത് വെച്ചതാണ്. അതുകൊണ്ട് അതിലൂടെ വരുന്ന മക്കളും അങ്ങനെ സാക്ഷ്യമുള്ളവരായി വളരാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് വിവാഹത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. കുദാശയെ സംബന്ധിച്ചുള്ള വിശദീകരണമല്ല. വിവാഹ ബന്ധം എങ്ങനെയായിരിക്കണം, വിവാഹം എന്താണ്, അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ എന്തായിരുന്നു, ആദ്യകാലങ്ങളിൽ അതിനെ എങ്ങനെയാണ്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ്, സഭയുമായിട്ടുള്ള ബന്ധം എന്താണ്, അതിനെയാണ് ഈ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഇപ്പൊ നമുക്ക് വിവാഹം എന്നുള്ള ഭാഗം കൂദാശയെ സംബന്ധിച്ച് അവിടെ അവസാനിക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഈ 1-2 പോയിന്റ്സ് ഉണ്ട്, ഒന്ന് പെട്ടെന്ന് പറയാമെങ്കിൽ നന്നായിരിക്കും. ഒന്ന്, പഴയ നിയമത്തില് ഈ ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമ്പം അത് ഒരു വിവാഹമായിട്ടാണ്. അത് വീണ്ടും ആ ആള് വേറൊരു ഭാര്യയെ പറ്റി പോളിഗമി നടത്തുന്നതായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പഴയ നിയമത്തിൽ ഒരിടത്തും ഇതൊരു ഒരു വ്യഭിചാരമായിട്ട് കണക്കാക്കുകയോ ആ രീതിയിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ സഭ പോളിഗമിയെ നിരോധിച്ചിട്ടുണ്ട്. അത് പഴയ നിയമത്തിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ദൈവം അത് പറയാതിരുന്നതെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഓർത്തഡോക്സ് സഭയില് ഇത് വിവാഹമോചനം നടത്തിയവർക്ക് കുർബാന എടുക്കാനായിട്ട് പെർമിഷൻ ഇല്ല. മറ്റ് പല പാപങ്ങളും നമ്മൾ ചെയ്താലും അത് കുമ്പസാരിച്ച് കുർബാന എടുക്കാനുള്ള അവസരമുള്ളപ്പോൾ വിവാഹമോചനം നടത്തിയ ഒരാൾക്ക് പിന്നെ കുമ്പസാരിച്ച് കുർബാന എടുക്കാനുള്ള അവസരം സഭ കൊടുക്കുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് ഈ 2 കാര്യങ്ങളൊന്ന് ഒരു ഷോർട്ടായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് വിവാഹത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തമ്മിലുള്ള വ്യത്യാസമാണ്. പഴയ നിയമത്തിൽ ഈ ക്രിസ്തു സഭയെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു വിവാഹത്തിന്റെ ഒരു രീതിയുണ്ട്. അതായത് ഈ പുതിയ നിയമത്തിൽ കർത്താവിനോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരുത്തൻ വിവാഹം കഴിച്ചു, അവന് 7 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവൻ കല്യാണം കഴിച്ചു, മരിച്ചുപോയി. അവന്റെ ഭാര്യ അവന്റെ അനിയനെ കല്യാണം കഴിക്കുന്നു.
അങ്ങനെ 7 പേരും ഉണ്ടായി, 7 പേരും മരിച്ചുപോയി. പുനരുദ്ധാനത്തിൽ അവിടെ ആരുടെ ഭാര്യയായി തീരും എന്നൊരു ചോദ്യം, അതിനെയാണ് കർത്താവ് ഇവിടെ എടുക്കുക. അത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. അവിടെയാണ് കർത്താവ് പറയുന്നത് പുനരുദ്ധാനത്തിൽ ആരും വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറയും. ഈ പവിത്രമായ ഒരു വിവാഹ കൂദാശ എന്നുള്ള നിലയിലാണ് പുതിയ നിയമത്തിൽ ഇതിനെ കാണുന്നത്. ഒരാൾ എന്ന് പറയുന്നത് വിവാഹ കൂദാശയിൽ ഏർപ്പെട്ടാൽ സഭ ക്രിസ്തു. അതുകൊണ്ടാണ് ഈ പഴയ ഇസ്രായേൽ കർത്താവിൽ നിന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ വാക്ക് വ്യഭിചരിച്ചു പോയി എന്നുള്ള രീതിയിൽ പഴയ ഇസ്രായേലിനെ കർത്താവ് തള്ളിക്കളഞ്ഞു, പുതിയ ഇസ്രായേലിനെ ചേർത്ത് വെച്ചു എന്ന് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് യഹോവയായ ദൈവം അന്ന് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. ഒരു കാര്യത്തിൽ മാത്രമല്ല, വിവാഹത്തിൽ മാത്രമല്ല, അന്ന് കൽപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങളും അന്നത്തെ രീതികളും അന്നത്തെ ജിയോഗ്രഫിക്കൽ ചുറ്റുപാടും അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ ജീവിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ ജീവിച്ചിരുന്ന സാഹചര്യമായിരുന്നു അന്ന് അവരെ കൊണ്ട് അത് ചെയ്യിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വരുത്തി, എല്ലാത്തിനും ഒരു ക്രമം വരുത്തി എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ വിവാഹമോചനത്തെ സംബന്ധിച്ചല്ലേ ചോദിച്ചേ? അതെ, അവർക്ക് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന എടുക്കാൻ സഭ അനുവദിക്കാത്തതെന്നുള്ളത്. അത് സഭയെ അംഗീകരിച്ചിട്ടുള്ള ആളുകൾക്ക് കുർബാന എടുക്കുന്നതിന് തടസ്സമില്ലല്ലോ. ഓക്കെ, അതെ. അല്ലാതെ സഭയുടെ പെർമിഷൻ കൂടാതെ, കാരണം സഭ ഈ വിഷയത്തിൽ വളരെ കൺസർവേറ്റീവ് ആണ്. 1 or 2 ചെറിയ കാര്യങ്ങളിൽ മാത്രമേ വിവാഹമോചനം അലൗഡ് ഉള്ളൂ. ഇന്നത്തെ ലോകത്തില് യു സീ ഓൾ കൈൻഡ് ഓഫ് വിവാഹമോചനം നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അവിടെ അവർ അതിനകത്തൊന്നും അത് സഭ അലൗഡ് അല്ല. സഭയുടെ പെർമിഷനോട് കൂടി അങ്ങനെ ഒരു വിവാഹമോചനം സാധ്യവുമല്ല. അതെ, അതായത് അതുകൊണ്ടാണ് പറയുന്നത് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് കർത്താവ് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും സഭ നിൽക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, സഭ ഒരാളുടെ വിവാഹമോചനം അംഗീകരിക്കണമെങ്കിൽ നമ്മൾ പൊതുവെ ഒരു അംഗീകാരം കൊടുത്താലുള്ളൊരു പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്. അതിനെനിക്ക് തോന്നുന്നു, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണത്. കൊടുത്താൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണത്തിന്റെ എണ്ണം കൂട്ടിയാൽ ഒരുപാട് കാരണങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാവും. ഇന്ന് പ്രത്യേകിച്ച് ഈ വിവാഹ ബന്ധത്തിലും കുടുംബജീവിത ബന്ധങ്ങളും ഒക്കെ ഏത് സമയവും പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിനെ കുറച്ചുകൂടി നമ്മൾ ലിബറലാക്കിയാൽ ആ ലിബറലൈസേഷൻ അവർ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ചിന്ത. അത് മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരു ക്രൈസ്തവ വിശ്വാസി ഒരുമിച്ച് ചേർന്നാൽ ആ വിശ്വാസത്തിൽ തന്നെ നിന്ന്, ആ ബന്ധത്തിൽ നിന്ന് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തി സഭയ്ക്ക് അനുരൂപമായ ഒരു അനുഭവം സാക്ഷ്യമായി നിലനിൽക്കണം എന്ന് സഭയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ കാരണങ്ങളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാത്തത് എന്നാണ്. കാരണങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെറിയ കാരണങ്ങൾ വരെ മതി. എനിക്കറിയാം, ഞാൻ സമയം കളയണ്ട, നമ്മൾ ഒരിടത്ത് ഞാനൊരു വിവാഹമോചനത്തിന് ചെന്നപ്പോൾ ഭാര്യ ജോലി കഴിഞ്ഞ് വന്ന ഭാര്യയ്ക്ക് ഭർത്താവ് കാപ്പി ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിവാഹമോചനം നടത്തിയ കുടുംബങ്ങൾ വരെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നിസ്സാരമായ ഒരു കാരണം പോലും വിവാഹമോചനത്തിന് കാരണമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ സാമാന്യവൽക്കരിച്ചാൽ അതിന് ചിലപ്പോ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതിനു വേണ്ടി ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ പല തിരുമേനിമാരോടും പല ആളുകളോടും ഒക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പല ആളുകളും സംസാരിച്ചപ്പോഴും ഒക്കെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു വ്യാഖ്യാനം പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത് കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഒരുപാട് കാരണങ്ങൾ അതിനുവേണ്ടി കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത കൂദാശയിലേക്ക് പോകാം. അടുത്ത കൂദാശ കുംഭസാരമാണ്. ഇന്ന് ഏറ്റവും അധികം ഏറ്റവും അധികം വിമർശിക്കപ്പെടുകയും എന്നാൽ ഏറ്റവും അധികം സഭയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂദാശയാണ് കുംഭസാരം എന്ന് പറയും. അതിന് ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്താ കുംഭസാരം എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അപ്പോ പാപം എന്ന് പറഞ്ഞാൽ എന്താ? പാപം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ഉള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചെയ്യരുതാത്തത് ചെയ്താൽ അത് പാപമാണ്.
എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ചെയ്യേണ്ടത് ചെയ്യാതെ ഇരുന്നാലും അത് പാപമാണ്. അപ്പം അതുകൊണ്ട് പാപത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതെങ്ങനെയാ നമ്മുടെ പാപം ഒരു മനുഷ്യനെ ബാധിക്കുന്നത്? അത് പാപം, ഒരാൾ ചെയ്യുന്ന പാപത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, അത് അയാളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി നിലനിൽക്കുന്നില്ല എന്നാണ് സഭ കാണുന്നത്. ഒരാൾ പാപം ചെയ്തു, അതുകൊണ്ട് അയാൾക്കാണ് അതിന്റെ കുഴപ്പം എന്നല്ല നമ്മൾ കാണുന്നത്. അത് സഭയെ ബാധിക്കുന്ന ഒരു അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിരലിലൊരു വേദന വന്നാൽ അതെല്ലാ ശരീരഭാഗങ്ങളെയും ബാധിക്കും എന്ന് നമ്മൾ കാണുന്നത് പോലെ അത് സഭയെ മുഴുവനായി ബാധിക്കും. ഒരാളുടെ പാപം സഭയെ മുഴുവനായി ബാധിക്കും എന്നുള്ളതാണ് സഭ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരാൾ പാപിയായി അല്ലെങ്കിൽ പാപത്തിൽ വീണു, ഒരു വ്യക്തി പാപത്തിൽ വീണു എന്ന് പറഞ്ഞാൽ അത് അയാളുടെ വ്യക്തിപരമായ നാശമല്ല, അത് സഭ മുഴുവനെയും അത് ബാധിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15:7 നമ്മൾ കാണുന്നത്, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സഭ മുഴുവനും സ്വർഗത്തിൽ മാലാഖമാരും കൂടി സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, അനുതപിക്കുന്ന ഒരാൾ പാപം ചെയ്തു, അയാൾ അനുതപിച്ചു, പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ചു, അങ്ങനെയെങ്കിൽ സഭ മുഴുവനായും സ്വർഗത്തിൽ മാലാഖമാരും സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് വ്യക്തിപരമല്ല, അത് ആ സമൂഹത്തെ മുഴുവൻ, ആ കുടുംബത്തെ ബാധിക്കും, സഭയെ ബാധിക്കും, അയാൾ ജീവിക്കുന്ന, അയാൾ ഇടപെടുന്ന എല്ലാ ചുറ്റുപാടിനെയും അത് ബാധിക്കും എന്നാണ് പറയുന്നത്. പാപം എന്നുള്ളത് ഒരു രോഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൽ അതിനെ അങ്ങനെയാണ്, ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നത് പാപം ഒരു രോഗമാണ്. അതുകൊണ്ട് രോഗം വരുന്ന ഒരാളെ മനുഷ്യൻ തള്ളിക്കളയുകയില്ല, അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് അയാളെ നമ്മൾ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുമ്പസാരം എന്ന് പറഞ്ഞാൽ അതെന്താ? കർത്താവ് നല്ല വൈദ്യനായി വന്നു. ഈ വൈദ്യ സ്വഭാവം ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ രോഗവുമായി വരുന്ന ഏത് രോഗവുമായി ഒരു ഡോക്ടറിന്റെ അടുത്ത് വന്നാൽ, ഒരു വൈദ്യന്റെ അടുത്ത് വന്നാൽ, അയാൾ ചികിത്സിക്കാൻ കാരണം അന്വേഷിച്ചിട്ട്, അയ്യോ നീ അത് ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ നീ മദ്യപിച്ചത് കൊണ്ട് നിന്റെ ലിവറിന് പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കാതിരിക്കുകയില്ല. എന്ന് പറയുന്നത് പോലെ പാപം എന്ന രോഗം, അത് അയാൾ അതിൽ വീണുപോയെങ്കിൽ അതിൽ നിന്ന് അയാളെ കരകയറ്റുവാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്ക് മുഴുവനായി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പാപം എന്ന രോഗത്തെയാണ് ചികിത്സിക്കുന്നത്, പാപിയെ തള്ളിക്കളയുകയല്ല വേണ്ടത് എന്നുള്ളത് നമ്മൾ അത് ശരിയായി മനസ്സിലാക്കണം. അത് രോഗിയുടെ ജീവനെ നശിപ്പിക്കാനല്ല, മറിച്ച് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായി നമ്മൾ അതിനെ കാണുകയും, കർത്താവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ടാണ് എല്ലാ പാപികളായ മനുഷ്യരോട് കൂടിയും അവൻ ഇരുന്നതും, പാപിയായ മനുഷ്യരോട് കൂടി അവൻ ഭക്ഷണം കഴിച്ചതും, അവരുടെ വീടുകളിൽ പോയതും ഒക്കെ പോയതിൻ്റെ കാരണം അത് തന്നെയാണ്. പാപത്തെ വെറുക്കുക, പാപിയെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനിയും പാപമോചനം നൽകുന്നത് ആരാ? സഭയാണ് പാപമോചനം നൽകുന്നത്. അപ്പോ സഭയാണ് യഥാർത്ഥത്തിൽ കുമ്പസാരം കേൾക്കുന്നതും പാപപരിഹാരം നൽകുന്നതും. അപ്പൊ സഭ മുഴുവൻ എന്ന് പറഞ്ഞാൽ സഭയിലെ എല്ലാവരും കൂടി വന്നിരുന്ന് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് പട്ടക്കാരനെ അതിന്റെ പ്രതിനിധിയായി, നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും എന്നുള്ള ഏറ്റുപറച്ചിലിന്റെ വിശ്വാസം പൂർണ്ണമായും സ്വീകരിക്കുന്ന ഒരു വൈദികനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി സഭ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദിമസഭയില് പരസ്യമായി പാപം ഏറ്റുപറയുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ അത് അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല. പല അസൗകര്യങ്ങളും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനുണ്ടായതുകൊണ്ട് പിന്നീടാണ് രഹസ്യമായ കുമ്പസാരത്തിലേക്ക് വന്നത്. അപ്പം പാപി തൻ്റെ പാപത്തെ ഏറ്റുപറയുകയും ആ ഏറ്റുപറച്ചിലിനെ അനുസരിച്ച് പാപമോചനം പ്രാപിക്കുകയും ചെയ്യും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയും, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് ഒരുവൻ പ്രാർത്ഥിപ്പീൻ. പാപങ്ങളുടെ ഏറ്റുപറച്ചിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുത്തന് രോഗം വന്നാൽ, രോഗം വന്നാൽ അതിനെ അയാളെ ഒറ്റപ്പെടുത്തുകയല്ല. ഒരു രോഗവും നമുക്ക് ഒറ്റപ്പെട്ടതല്ല, നമുക്കറിയാം.
അപ്പോൾ എല്ലാവരുടെ ആത്മശരീരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ രോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ചുറ്റുപാടും സാഹചര്യങ്ങളും ഒക്കെ അയാളെ പാപത്തിലേക്ക് വീഴ്ത്താൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് അതിനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. പണ്ടുള്ളതിനേക്കാൾ ഇന്ന് സാധ്യതകൾ ഒരുപാട് ഏറി വരികയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ പാപത്തിൽ വീണു പോകാനുള്ള സാധ്യതകളും അതിനുള്ള സാഹചര്യങ്ങളും ഒരുപാട് ഉള്ളത് കൊണ്ട് ഇന്ന് കൂടുതൽ അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് പോകുന്നുമുണ്ട്. എന്നാൽ എന്താ പാപം എന്ന് പറഞ്ഞാൽ, അപ്പോ ദൈവസ്നേഹത്തിൽ നിന്നും മനുഷ്യ സ്നേഹത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നതെല്ലാം പാപം. ദൈവസ്നേഹം നമുക്ക് ലഭിക്കുന്ന അനുഭവം, മനുഷ്യ സ്നേഹം, നമ്മളിൽ ഇടയിലുള്ള സ്നേഹം, ഈ ബന്ധങ്ങളെ എപ്പോഴാണോ കണ്ണിയറ്റു പോകുന്നത് അപ്പോൾ അത് പാപമായി മാറും. കാരണം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്നേഹം അതുപോലെ വലുതാ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ഇനിയും നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്ന മുടിയനായ പുത്രന്റെ കഥ കർത്താവ് പഠിപ്പിച്ചതിന്റെ കാരണം എന്താ? ക്ഷമയും സ്നേഹവും ആ പാപം ചെയ്ത് വിട്ടുപോയ മനുഷ്യനെ തിരികെ തൻ്റെ പിതാവിനെ പോലെ സ്നേഹം കൊണ്ട് തിരികെ എടുക്കുന്ന അനുഭവം. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോ സ്നേഹം ഭയമില്ലാത്തതാണെന്ന് 1 യോഹന്നാൻ 4:18 പറയുന്നു. എബ്രായ ലേഖന കർത്താവ് പഠിപ്പിക്കുന്ന, അതുകൊണ്ട് നാം പാപികളെങ്കിലും ദൈവസ്നേഹത്തിന്റെ പരിധിയില്ലാത്ത വലയത്തിനുള്ളിലായതിനാൽ ധൈര്യത്തോടുകൂടി കൃപാസനത്തിന് അടുത്ത് ചെല്ലുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് എന്താ? 4-ാം അധ്യായം 6-ാം വാക്യം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവ്. പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന പിതാവ് നമ്മളെ പുത്രനായി സ്വീകരിക്കുന്നതിന്. അതുകൊണ്ട് പാപവും ഏറ്റുപറച്ചിലും നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇനി ഏതൊക്കെയാണ് പാപം എന്ന് ചോദിച്ചാൽ, നമ്മൾ എണ്ണി പറയാൻ നമുക്ക് ഒരുപാട് പാപങ്ങളും ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഈ പാപങ്ങളെ പല തട്ടിലേക്കൊക്കെ നമ്മൾ മാറ്റാറുണ്ട്. ചെറിയ പാപം, വലിയ പാപം എന്നൊക്കെയുള്ള തട്ടിലേക്ക് മാറ്റാറുണ്ട്. പാപമല്ല ഒന്ന് തന്നെയാണ്. ചെറുതായാലും വലുതായാലും പാപം പാപമാണ്. പിന്നെ നമ്മൾ അതിനെ ഒന്ന് സാമാന്യവൽക്കരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കള്ളം പറഞ്ഞു, അതൊരു സാമാന്യ പാപം, എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞു, അത് പാപമായിട്ട് പറയുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ അതിനെ സാമാന്യവൽക്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുന്നുണ്ട്. നമുക്കത് പാപങ്ങളെയൊക്കെ സാമാന്യവൽക്കരിക്കുക. പക്ഷെ പാപങ്ങളെ ഒരിക്കലും സാമാന്യവൽക്കരിക്കാൻ പറ്റത്തില്ല. എന്നാൽ മറ്റൊരു വശത്ത് എല്ലാവരും അങ്ങ് പരിശുദ്ധന്മാരായി ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, മാനുഷികമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അത് സാധ്യമല്ല താനും. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമുക്ക് ഈ കുംഭസാരവും വിശുദ്ധ കുർബാന അനുഭവത്തെക്കുറിച്ചും നമുക്ക് നൽകിയിട്ടുള്ള വലിയ വിളി അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് പണ്ട് കാലങ്ങളില് ഈ പരസ്യമായി പാപം ഏറ്റു പറയുന്ന കാലത്ത് ഏറ്റവും വലിയ ശിക്ഷ എന്തായിരുന്നറിയാമോ? പ്രധാന പ്രായശ്ചിത്തം. ശിക്ഷ എന്നതിനെ പറയാൻ പാടില്ല, പ്രായശ്ചിത്തമാണ്. അതെന്താ? വിശുദ്ധ ബലി കുർബാനയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. അപ്പോ അതിന് മുടക്കുന്ന അർത്ഥമില്ല, എന്നാൽ കുറെ കാലത്തേക്ക് മാറ്റി നിർത്തും. അതെന്തിനാ? അയാളുടെ രോഗത്തിന് ചികിത്സ നൽകി സഭയിലേക്ക് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ചികിത്സാ പദ്ധതി എന്ന് നമ്മൾ പറയും. മുമ്പേ പറഞ്ഞതുപോലെ വിവാഹമോചനം പ്രാപിച്ചവർക്ക് അവർക്ക് അനുദപിച്ച് തിരിച്ചു വരാനുള്ള സമയം കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ സംസാരിച്ചതുപോലെ അതിനുള്ളൊരു സമയവും ഒരു കാലപരിധിയും നമ്മൾ കൊടുക്കുന്നു. അവർക്ക് മുടക്കില്ല. മുടക്കെന്ന് പറഞ്ഞാൽ ഇനി ഇല്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റേത് അങ്ങനെയല്ല, മുടക്കൊരു ഫുൾ സ്റ്റോപ്പാണ്. എന്നാൽ ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഒരു കോമായാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാ. പ്രായശ്ചിത്തം വീണ്ടും തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. മുടക്കെന്ന് പറഞ്ഞാൽ അവസരമില്ല, അതോടുകൂടി വാതിൽ കൊട്ടി അടച്ചു എന്നാണ്. അതുകൊണ്ട് മുടക്കില്ല. പാപം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സഭയിൽ മുടക്കില്ല, മറിച്ച് അവർക്ക് അനുദപിച്ച് തിരിച്ചു വരാനുള്ള സമയം കൊടുക്കുന്നു എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഈ കുംഭസാരത്തിന്റെ മറ്റൊരു പേരാണ് അനുരഞ്ജനത്തിന്റെ കൂദാശ എന്ന് പറഞ്ഞാൽ അനുരഞ്ജനപ്പെടുക എന്നാണ് ഇത് നമുക്ക് ആവശ്യം. നമുക്ക് പാപം ചെയ്തു, പാപത്തിൽ വീണുപോയി, ഇനിയും നമുക്ക്
ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിച്ചുവരവിന്റെ അനുഭവം, തിരിച്ചു വന്ന് അനുഭവിക്കുക. നമ്മൾ രണ്ടുപേര് തമ്മിൽ പിണങ്ങിയെന്ന് വിചാരിക്കുക. പിണങ്ങി രണ്ടുപേരും മിണ്ടാതിരിക്കുക കുറച്ചു നാൾ. മിണ്ടാതിരുന്നിട്ട് ഒരാളെ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും തീരുമാനിക്കുന്നു, ഇനി ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, സഹോദരങ്ങളാകാം, സ്നേഹിതരാകാം, തിരിച്ചു വന്ന് അനുരഞ്ജനപ്പെടുക, എന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധത്തെ പുതുക്കുക. അതാണ് കുമ്പസാരത്തിന്റെ അർത്ഥം. ദൈവവുമായി നമ്മളൊന്ന് അകന്നു, ഇനി ഞാൻ വന്ന് അനുരഞ്ജനപ്പെടുന്നത് എൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുക, നഷ്ടപ്പെട്ടു പോയ അനുഭവത്തെ ഒന്നുകൂടി പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരം നടത്തുന്നത് എപ്പോഴാണെന്നൊരു ചോദ്യമുണ്ട്. ചില ആളുകളൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, വെച്ചാൽ എപ്പോഴാണ് കുമ്പസാരിക്കേണ്ടത്? അപ്പൊ ഞാൻ പറയും, കുമ്പസാരിക്കണം എന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് ദൈവവുമായിട്ട് അകന്നു പോയിട്ടുണ്ടെന്ന് എപ്പോൾ തോന്നിയാലും കുമ്പസാരിക്കാം. അതിനൊരു ക്രമമില്ല. 6 മാസത്തിലൊരിക്കലോ. നമ്മളിപ്പോൾ ആണ്ട് കുമ്പസാരം എന്നൊരു നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. നാട്ടിലൊക്കെ ആണ്ട് കുമ്പസാരം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരം. അതാ ഭരണഘടനയിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വന്നു പോയൊരു സാധനം. അങ്ങനെ ആണ്ട് കുമ്പസാരം എന്നൊരു കുമ്പസാരം നമുക്കില്ല. കുമ്പസാരിക്കുന്ന എപ്പോൾ വേണേലും കുമ്പസാരിക്കാം. അത് നോമ്പിൽ വേണമെന്ന് നിർബന്ധമില്ല, നോമ്പില്ലാത്തപ്പോഴാകണം നിർബന്ധമില്ല. ഏത് സമയത്തും ഒരാൾക്ക് കുമ്പസാരിക്കണമെന്ന് തോന്നിയാൽ കുമ്പസാരിക്കാം, വിശുദ്ധ കുർബാന കൈക്കൊള്ളാം. പണ്ട് കാലങ്ങളിൽ വിശുദ്ധ കുമ്പസാരത്തോടുകൂടിയായിരുന്നു കുർബാന. എന്നാൽ ഇപ്പോൾ അത് ഹൂസോയോ പ്രാർത്ഥനയിലേക്ക് ചുരുങ്ങി. ഹൂസോയോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പട്ടക്കാരൻ പാപപരിഹാര പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ കുർബാന കൊടുക്കുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. കുമ്പസാരം കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു കാര്യം. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരം എന്നുള്ളൊരു കൂദാശ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതാണ് അതിൻ്റെ കാരണം. ഇനിയും ഈ കൗൺസിലിങ്ങും കുമ്പസാരവും എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. കൗൺസിലിംഗ് ആണോ കുമ്പസാരം? ഇത് വ്യത്യാസമുണ്ട്. വ്യത്യാസം എവിടെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, കൗൺസിലിംഗ് ഒരു ശാസ്ത്രീയമായ കാര്യമാണ്, എന്നാൽ കുമ്പസാരം ഒരു ആത്മീയത കലർന്ന കാര്യമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ ആത്മീയ പ്രായശ്ചിത്തങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ അല്ല കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് കുമ്പസാരം അവനെ ഒരു ആത്മീക തലത്തിലേക്ക് ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്നതിനാണ് കുമ്പസാരം കുമ്പസാരം എന്ന് പറഞ്ഞാൽ അതിന് ആത്മീകമായ ഒരു തലമാണ്. ഒരു ആത്മീക വൈദ്യനാണ്, സ്പിരിച്വൽ ഡോക്ടറാണ് വൈദികൻ എന്ന് പറയുന്നത്. മറ്റേത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നല്ല. കൗൺസിലിംഗ് ഒരു ശാസ്ത്രീയമായ കാര്യമാണ്. അതിൽ എങ്ങനെയാണ് ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും എടുക്കുന്നത്. അപ്പോ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും കൗൺസിലിങ്ങിൻ്റെ അകത്ത് പറയുകയില്ല. അങ്ങനെ കൂടുതലൊന്നുമില്ല. അതിൽ പറയുന്നത് അത് ഫ്രോയിഡ് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് സാധാരണഗതിയിൽ അത് പറയുക. അപ്പൊ അവരുടെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ വരുന്ന ചിന്തകളും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി, ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് പറ്റും, നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നൊക്കെ പറയും. എന്നാൽ കുമ്പസാരം തികച്ചും ഒരു ദൈവികമായ അനുഭവമാണ്. അത് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടുത്തി എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യത്തിലൂടെ കർത്താവിലേക്ക് തിരികെ വരാൻ, നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഭവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒന്നാണ് കുമ്പസാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ പാപമോചനം നൽകാൻ പട്ടക്കാരന് കൊടുത്തിരിക്കുന്ന അധികാരം പട്ടക്കാരൻ ലഭിച്ചിരിക്കുന്നത് കർത്താവ് ശ്ലീഹന്മാർക്ക് കൊടുക്കുകയും ശ്ലീഹന്മാർ പിതാക്കന്മാരെ ഭരമേൽപ്പിക്കുകയും പിതാക്കന്മാർ വൈദികർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതാണ് പാപപരിഹാര പ്രാർത്ഥനയിൽ, ഹൂസോയോ പ്രാർത്ഥനയിൽ പട്ടക്കാരൻ കൈവച്ച് ചൊല്ലുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഭാഗം അതാണ്. ഇങ്ങനെയാ പറയുക, എന്തിനാണ് ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. പട്ടക്കാരൻ പ്രാർത്ഥിക്കുക, നമ്മുടെ കർത്താവ് ശ്ലീഹന്മാരെ ഭരമേൽപ്പിക്കുക, ശ്ലീഹന്മാർ പിതാക്കന്മാരെ ഭരമേൽപ്പിക്കുകയും പിതാക്കന്മാർ എൻ്റെ ബലഹീനതയ്ക്ക് നൽകുകയും ചെയ്തിട്ടുള്ള അധികാരത്താൽ ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നു എന്നാണ് ഹൂസോയോ പ്രാർത്ഥനയിൽ തലയിൽ കൈവച്ച് പട്ടക്കാരൻ ഹൂസോയോ പ്രാർത്ഥന നടത്തി വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന് വേണ്ടി ഒരുക്കുന്നതിന്റെ അനുഭവത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ കുമ്പസാരം എന്നുള്ള ഭാഗവും ഇവിടെ അവസാനിക്കുകയാണ്.
അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഞാൻ അടുത്തത് തൈലാഭിഷേകം. തൈലാഭിഷേകം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. ഇതിനെ ചില ആളുകൾ പറയാറുണ്ട്, നമ്മുടെ സഭയിലും പല ആളുകളും പറയാറുണ്ട്, അന്ത്യകൂദാശ കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഈ അന്ത്യകൂദാശ എന്നുള്ളൊരു വാക്ക് നമുക്കില്ല. ഇതൊരു അന്ത്യകൂദാശയുമല്ല. തൈലാഭിഷേകം എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ സൗഖ്യദാന ശുശ്രൂഷയാണ്. സൗഖ്യദാനത്തിന്റെ ഒരു കൂദാശയാണ് രോഗികളുടെ. അതുകൊണ്ടാണ് രോഗികളുടെ തൈലാഭിഷേകം എന്നതിനെ പറയുന്നത്. അത് മരിക്കാൻ പോകുന്നവർക്ക് കൊടുക്കുന്ന ഒന്നല്ല. ഏത് സമയത്തും രോഗിയായിരിക്കുന്ന ഒരാൾക്ക് ഏത് സമയത്തും തൈലാഭിഷേകം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് രോഗസൗഖ്യം എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്, എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് രോഗസൗഖ്യം. കർത്താവ് നമ്മൾ വലിയ നോമ്പിലെ എല്ലാ ആഴ്ചകളിലും നമ്മൾ പ്രത്യേകമായി വായിക്കുന്ന എവൻഗലിയൻ ഭാഗങ്ങളെല്ലാം സൗഖ്യത്തെക്കുറിച്ചാണ്. ഒന്നാമത് നമ്മൾ കനാവിലെ കല്യാണ വിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുഷ്ഠരോഗിയും തുടങ്ങി ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ. കർത്താവ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടന്നപ്പോൾ മുഴുവൻ ചെയ്ത ശുശ്രൂഷ രോഗശാന്തിയുടെ ശുശ്രൂഷ. അതിനെ ഇന്ന് രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞത് വലിയൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് മറ്റൊരു കാര്യമാണ്. ആ ഒരു രോഗശാന്തി ശുശ്രൂഷയെ കുറിച്ചല്ല ഈ പറയുന്നത്. കർത്താവ് മനുഷ്യന് കൊടുത്ത ഒരു അനുഭവം. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെ അയക്കുമ്പോഴും 70 അറിയിപ്പുകാരെ അയക്കുമ്പോഴും ഒക്കെ കർത്താവ് അവർക്ക് കൊടുത്തൊരു നൽവരമാണ്, നിങ്ങൾ പോകുമ്പോൾ അവരെ സൗഖ്യമാക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. അപ്പൊ അവരെല്ലാം എന്ത് ചെയ്തു? അനേക രോഗികൾക്ക് എണ്ണ തേച്ച് അവര് സൗഖ്യം കൊടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ അതിലെ രോഗികളെ സൗഖ്യമാക്കണം എന്ന് പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണമെന്ന് 70 അറിയിപ്പുകാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ അവർ ആ കാര്യവും പറയുന്നുണ്ട്. ഇനിയും മുമ്പേ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് രോഗവും പാപവും. അങ്ങനെ ഈ മനുഷ്യവർഗത്തിന്റെ പൊതുവായ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും ആ രോഗം ഒരാൾക്കുണ്ടാകുന്നത് പാപത്തിന്റെ കാരണം കൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ അയാൾ പാപം ചെയ്തു, അതുകൊണ്ട് അയാൾ രോഗിയായി എന്ന് പറയാനുള്ളൊരു മൗഢ്യം നമുക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രോഗം വന്നത് പാപം കാരണമാണ് എന്ന് നമ്മൾ, ചില ആളുകളൊക്കെ പറയാറുണ്ട്, അയാളുടെ പ്രവൃത്തിയുടെ ഫലമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ പറയുന്നത് മിക്കവാറും എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ചില പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ആളുകളെ ഇതിനു വേണ്ടി പറയുന്നതാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ നമ്മളൊരാളെ രോഗി എന്ന് പറയുമ്പോൾ അയാള് പാപിയാണ് എന്നതിനർത്ഥമില്ല. തലമുറകളിലേക്ക് പകർന്നു വരുന്ന ഒരു അനുഭവം. നമ്മൾ ഈ പിറവിക്കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ നമ്മൾ കാണും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു പാപവും ചെയ്യാത്തവർക്ക് രോഗം വരാം. അത് ഈ മുൻപ് ചെയ്തിരുന്ന ആളുകളുടെ അനന്തര ഫലമായിട്ട് അതുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇവന്റെ പിതാക്കന്മാരോ ആരെങ്കിലും പാപം ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെ കുരുടനായി പോയത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തലമുറകളിലേക്ക് ഈ പാപം പ്രവഹിക്കപ്പെടുമെന്നും അതൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ ചോദ്യം അതാ, തലമുറകളിലൂടെ കടന്നു വന്ന പാപമാണോ ഈ കുരുടൻ്റേത് എന്നാണ് ചോദ്യം. അതുകൊണ്ട് അയാൾ പാപം ചെയ്തത് കൊണ്ടല്ല അയാൾ കുരുടനായി പോയത് എന്നൊക്കെ എന്നാൽ നമ്മൾ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാൾ അങ്ങ് മരിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല, ആത്മീയമായ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. ആ ഒരു ബന്ധം അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പൊ ഈ ബലഹീനമായ മനുഷ്യത്വത്തിന്റെ മുഖ്യ ലക്ഷണമായ രോഗത്തെ നീക്കി രോഗിയെ സൗഖ്യമാക്കുന്ന കർമ്മം സുപ്രധാനമാണെന്ന് കർത്താവ് കരുതി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് വായിക്കുക,
രോഗത്തെയാണ് ചികിത്സിക്കുക. രോഗിയെ എന്ന് പറഞ്ഞാൽ അയാളുടെ രോഗം മാറ്റുക. അതാണ് ഈ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത്. അയാളെ വെറുക്കുകയല്ല, പാപം മൂലമോ അല്ലാതെയോ രോഗം വന്നു എന്നുള്ളതിനെ, അയാളെ രോഗം വന്നതിന്റെ കാരണം കണ്ടുപിടിച്ച് അയാളെ തള്ളിക്കളയുക എന്നുള്ളതല്ല. മനുഷ്യത്വം അതിൻ്റെ അകത്ത് ഉണ്ട്. മനുഷ്യനാണ്, ബലഹീനനാണ്. ആ രോഗത്തെ നീക്കി രോഗിയെ സൗഖ്യമാക്കുക. രോഗം എടുത്തു കളഞ്ഞാൽ രോഗി സൗഖ്യമായി. അപ്പൊ ഒരാളെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, രോഗം എന്ന് പറയുന്ന ഒരു ബാഹ്യ ലക്ഷണമാണ്. അതിന്റെ കാരണത്തെയാണ് നശിപ്പിക്കേണ്ടത്. വി ഹാവ് ടു ടേക്ക് അവേ ദ റൂട്ട് കോസ്. അതാണ് അതിന്റെ മൂല കാരണം. അതിന്റെ വേരോടെ അതിനെ നശിപ്പിക്കുക. അതാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ, 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കർത്താവിന്റെ അടുക്കൽ ഓട് പൊളിച്ച് താഴോട്ട് ഇറക്കി വെക്കുമ്പോൾ, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അവനോട് എന്താ പറയുന്നത്? മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, കിടക്കെടുത്ത് നടക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അപ്പോ അവന്റെ പാപരോഗത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള സൗഖ്യം അതിലൂടെ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ രോഗം മൂലം ഈ രോഗശാന്തി ശുശ്രൂഷയോടെ എന്താ നമുക്ക് കിട്ടുന്നത്? മനുഷ്യൻ പാപം ചെയ്യുമ്പോ മനുഷ്യന്റെ രോഗം മൂലം നമ്മുടെ ശരീരമൊക്കെ വികൃതമാകും. എന്ന് പറഞ്ഞാൽ പലതരം രോഗങ്ങളാണല്ലോ മനുഷ്യനുള്ളത്. ഒരു തരത്തിലല്ല, പലതരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനുണ്ട്. അപ്പോ മനുഷ്യന്റെ ആ രൂപത്തിന് വ്യത്യാസം വരും, ഒരു വൈകൃതം ഉണ്ടാകും. അതുപോലെ തന്നെ മനുഷ്യന്റെ പാപം കൊണ്ട് പ്രകൃതി മുഴുവൻ വികൃതമാകും. ഈ വൈകൃതത്തിൽ നിന്ന് ആദ്യ രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അനുഭവം, അതാണല്ലോ നമ്മൾ വലിയ നോമ്പിലെ എല്ലാ ആഴ്ചയിലും കാണുന്നത്. എന്ന് പറഞ്ഞാൽ മുടന്തനായ മനുഷ്യൻ, അല്ലെങ്കിൽ കുരുടനായ മനുഷ്യൻ. അപ്പൊ ഇങ്ങനെ ഓരോ തലത്തിലുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നതിന്റെ കാരണം എന്താ? അവന് നഷ്ടപ്പെട്ടു പോയ ആദ്യ രൂപത്തിലേക്ക് അവനെ കൊണ്ടുപോവുക. കൂനിയായ സ്ത്രീ, അവർ കുനിഞ്ഞാ നടന്നത്, അവർക്കൊന്നും കാണാൻ പാടില്ല. അവർ ഇത്ര വർഷമായിട്ട് കൂനിയായി നടക്കുന്നത്. അപ്പൊ ഇവർക്കെല്ലാം കാലയളവുണ്ട്. ഇത്ര കാലമായി ഓരോരുത്തരും ഇങ്ങനെ അവരുടെ രോഗത്തിൽ വീണിരിക്കുന്നു. ആ കാലയളവിന് മുൻപ് അവരെങ്ങനെയായിരുന്നുവോ ആ അനുഭവത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുപോവുക. അതാണ് ഈ തൈലാഭിഷേക ശുശ്രൂഷയിൽ, രോഗശാന്തി ശുശ്രൂഷയിലൂടെ നമ്മളും ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് രൂപാന്തരം ഒരു മനുഷ്യന് കൊടുക്കുന്നത് പോലെ ഈ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആയിരിക്കുന്ന രോഗാവസ്ഥയിൽ നിന്ന് രോഗമില്ലാതിരുന്ന അവസ്ഥയിലേക്കുള്ള ഒരു യാത്ര, തിരികെയുള്ള യാത്ര, ആ പഴയതിലേക്ക് അവരെ കൊണ്ടുപോവുക. ഇനി അപ്പോസ്തലന്മാർ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. ഈ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യത്തിലുള്ള രോഗസൗഖ്യ തൈലാഭിഷേകത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലന്മാർ രോഗികളെ എണ്ണ തേച്ച് സുഖപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിലാണ്, യാക്കോബ് എഴുതിയ ലേഖനത്തിലാണ് ഏറ്റവും വ്യക്തമായി ഈ തൈലാഭിഷേക ശുശ്രൂഷയെ വളരെ ഭംഗിയായി അത് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെയാണ് പറയുക. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് തൈലാഭിഷേകം എന്ന കൂദാശയെ വളരെ ഭംഗിയായി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിങ്ങനെയാ പറയുക: നിങ്ങൾ രോഗമായി കിടക്കുന്നവൻ സഭയിലെ കശീശന്മാരെ വരുത്തട്ടെ. നമ്മൾ വേദപുസ്തകം വായിക്കും, അതിനകത്ത് മൂപ്പന്മാരെ എന്നാണ് പറയുക. അവർ കശീശന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു.
ഇതിൻ്റെ അകത്ത് പല ക്രമങ്ങളും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, രോഗമായ ഒരാൾ കടന്നാൽ സഭയിലെ മൂപ്പന്മാരെ, കശീശന്മാരെ വരുത്തട്ടെ, അവരെണ്ണ തേച്ചു എണ്ണ പൂശിയിട്ട് പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനകത്ത് വിശ്വാസം ഉണ്ടാവണം. പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം കൊടുക്കും. എന്നിട്ട് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായി ഈ തൈലാഭിഷേക ശുശ്രൂഷയെ വ്യാഖ്യാനിച്ച് അവിടെ പറയുന്നുണ്ട്. ഇനിയും എണ്ണയ്ക്കുള്ള സ്ഥാനം എന്താ ഇതിനകത്ത്? എണ്ണ ദൈവസ്നേഹത്തെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ദൈവസ്നേഹവുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ എണ്ണ. ഈ എണ്ണയ്ക്ക് സ്നേഹം എന്നൊരു വാക്ക് മലയാളത്തിൽ പര്യായമായി ഉണ്ടെന്നാണ് പറയുക. അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ ഇലയോൺ എന്ന് പറഞ്ഞാൽ എണ്ണ, ആ വാക്കിന് ഈ ഇലയോസ് എന്നുള്ളൊരു വാക്കുമായി ബന്ധമുണ്ട്. ആർദ്ര കരുണ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആർദ്ര കരുണ എന്നുള്ളൊരു വാക്ക്. അത് എണ്ണയ്ക്ക് ആ വാക്കുമായി ബന്ധമുണ്ട്. എണ്ണ എന്നുള്ള വാക്ക് എലയോൺ എന്നുള്ള വാക്കാണ്. ആർദ്ര കരുണ എലയോസ് എന്ന വാക്കാണ്. ഇത് തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പം ദൈവസ്നേഹം എന്നുള്ള ഒരനുഭവമാണ് ഈ എണ്ണ സൂചിപ്പിക്കുന്നത്. ആ എണ്ണ പുരട്ടിയാണ് സൗഖ്യമാക്കുന്നത്. ഇനി ഈ കൂദാശ എങ്ങനെയാണ് നടത്തുക? ഇതിന് രണ്ട് പേര് പറയും. ഒന്ന് കന്തീല ശുശ്രൂഷ എന്ന് പറയും, തൈലാഭിഷേക ശുശ്രൂഷ. കന്തീല ശുശ്രൂഷ എന്ന് പറഞ്ഞ തൈലാഭിഷേക ശുശ്രൂഷ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ശുശ്രൂഷ അതിൻ്റെ ഒരു ഷോർട്ട് ആൻഡ് ഫോമാണ്, ഒരു അബ്രിഡ്ജ്ഡ് ഫോം, ഒരു ഷോർട്ട് ആൻഡ് ഫോമാണ് ഈ നമ്മുടെ കൂദാശ ക്രമത്തിൽ കാണുന്ന ഒരു തൈലാഭിഷേക ശുശ്രൂഷ. എന്നാൽ കന്തീല ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘനേരമുള്ള ശുശ്രൂഷയാണ്. 5 തിരികൾ വെച്ച് നടത്തുന്ന, 5 തിരികൾ കത്തിച്ചു വെച്ച് ഒരു വലിയ പ്രാർത്ഥന. അതിനകത്ത് ഒരുപാട് വായനകളും പാട്ടുകളും ഒക്കെ ഉണ്ട്. ഒരു വലിയ ശുശ്രൂഷയാണത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ബേസിക്കലി 2 ശുശ്രൂഷകളും ഒന്നാണ്. ഒന്ന് അതിൻ്റെ വലിയൊരു രൂപമാണ്, അതിൻ്റെ ഫുൾ രൂപത്തിൽ നടത്തുന്നതാണ് കന്തീല ശുശ്രൂഷ എന്ന് പറയുന്നത്. തൈലാഭിഷേകം എന്ന് പറയുന്നത് വളരെ ചെറുതായി സാധാരണഗതിയിൽ പെട്ടെന്ന് ആളുകൾക്ക് നടത്താൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഈ തൈലാഭിഷേക ശുശ്രൂഷ നമ്മൾ സാധാരണ പറയുന്ന പേരുകൾ. കന്തീല ശുശ്രൂഷയിൽ നമ്മൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കറിയാം. അത് 5 തിരികൾ കത്തിച്ചു വെച്ച് അത് ദീർഘമായി നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. അത് മറ്റൊരു ശുശ്രൂഷയാണ്. ഈ തൈലം പൂശുമ്പോൾ, ഈ തൈലാഭിഷേക ശുശ്രൂഷയിൽ തൈലം പൂശുമ്പോൾ ഉള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നീ വെടിപ്പാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സോടും മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും നീ ചെയ്തിട്ടുള്ള നിന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുകയും സകല ദുർവികാരങ്ങളും പൈശാചിക വ്യാപാരങ്ങളും നിന്നിൽ നിന്നും മായ്ക്കപ്പെടുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്താ പട്ടക്കാരൻ ചെയ്യുന്നത്? രോഗിയുടെ നെറ്റിയിലും നെഞ്ചത്തും കാൽമുട്ടിലും കുരിശാകൃതിയിൽ തൈലം പൂശുന്നു. അപ്പൊ ആ സമയത്തെല്ലാം പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും നീ കാലുകൊണ്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആദ്യം നമ്മളിപ്പോ പറഞ്ഞു നെറ്റി, നെഞ്ച്, കാൽമുട്ട്, ഇത് 3ഉം ആദ്യം ചെയ്തതിന് ശേഷം പിന്നീട് ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണമാണ്, പഞ്ചേന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണമാണ്. അപ്പൊ അവിടെ നമ്മൾ ഇനിയും പ്രാർത്ഥന ചൊല്ലി, ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് നീ കണ്ണുകൊണ്ട് ചെയ്തിട്ടുള്ളത്, നീ മൂക്കുകൊണ്ട് ചെയ്തിട്ടുള്ളത്, നിന്റെ ആധരങ്ങൾ കൊണ്ട് നീ ചെയ്തിട്ടുള്ളത്, നിന്റെ ചെവികൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്, കൈകാലുകൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നീ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഓരോ ഭാഗങ്ങളിലും നമ്മൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തൈലം പൂശി രോഗസൗഖ്യത്തിനായി നമ്മൾ പ്രാർത്ഥന നടത്തും. അതാണ് തൈലാഭിഷേക ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് അന്ത്യകൂദാശയല്ല. 10 പ്രാവശ്യവും 12 പ്രാവശ്യവും തൈലാഭിഷേക ശുശ്രൂഷ നടത്തിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു അന്ത്യകൂദാശ എന്നുള്ള അർത്ഥത്തിലല്ല. ഒരാൾ ഒരു ഓപ്പറേഷന് പോകുന്നു, ആ സമയത്ത് അന്ത്യകൂദാശ അല്ലല്ലോ കൊടുക്കാറുള്ളത്.
നമ്മൾ പ്രാർത്ഥിച്ച് അയാൾ രോഗസൗഖ്യമായി തിരിച്ചു വരാൻ അങ്ങനെ തൈലാഭിഷേകം നടത്തി പോകുന്ന ആളുകളുണ്ട്. ഒരു സർജറിക്ക് മുൻപായി തൈലാഭിഷേക ശുശ്രൂഷ നടത്തി അത് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റെതായ ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കൗദാശിക അനുഭവത്തിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹമായി, ജീവിതത്തിന്റെ ഭാഗമായി, ജീവന്റെ ഭാഗമായി നമ്മളെ നിലനിർത്തുന്ന ഒന്നായി അതിനെ മനസ്സിലാക്കുമ്പോൾ അതിന് കുറച്ചുകൂടി അർത്ഥമുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഒന്നായി തീരും. അതിനാണ് കൂദാശകളെല്ലാം. അതുകൊണ്ടാണ് പറയുക, കൂദാശകളുടെ പേര് നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, അപ്രത്യക്ഷമായ ദൈവകൃപകളെ പ്രത്യക്ഷമാക്കി തരുന്ന അനുഭവമാണ് കൂദാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അപ്രത്യക്ഷമായി നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അതേ വെളിവാക്കി കൊണ്ടുതരാൻ നമുക്ക് കഴിയുന്ന കൂദാശകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സഭ നമുക്ക്, പിതാക്കന്മാർ നമുക്ക് വേണ്ടി ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ഈ ശുശ്രൂഷകളിലൂടെ നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ കൂദാശകളും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതും മനസ്സിലാക്കിയതും. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നമ്മൾ ക്രിസ്തീയ സഭയുടെ ആരംഭവും അവിടെ നിന്നാണ് തുടങ്ങിയത്. സഭകൾ എന്താണ്, അപ്പോസ്തോലിക സഭ എന്താണ്, സഭയും ക്രിസ്തുവിന്റെ അധികാരത്തെ സംബന്ധിച്ച് സഭയുടെ അധികാരം എന്താണെന്ന് പഠിച്ചു, എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചു, സഭ എന്താണെന്ന് പൊതുവെ പഠിച്ചു, പിന്നെ പൗരോഹിത്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, പൗരോഹിത്യം ആർക്കാണ്, എങ്ങനെയാണ് ഇത് വന്നത്, പൗരോഹിത്യ സ്ഥാനികളെ കുറിച്ച് പഠിച്ചു, അപ്പോസ്തോലികമായ പിന്തുടർച്ചകളെ കുറിച്ച് പഠിച്ചു, കൂദാശകൾ എന്താണെന്ന് പഠിച്ചു, 7 പ്രധാനപ്പെട്ട കൂദാശകളെ കുറിച്ചും നമ്മൾ അല്പം വിശദമായി കൂടുതൽ ഒരുപാട് പഠിച്ചോന്ന് ചോദിച്ചാൽ മൊത്തം പഠിച്ചിട്ടില്ല. നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വേറെ ഉണ്ട്. പക്ഷേ ഈ പുസ്തകാടിസ്ഥാനത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിവുള്ളിടത്തോളം നമ്മളത് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അല്പമെങ്കിലും അതിനെക്കുറിച്ച് എല്ലാം ഞാൻ പറയുന്നത് അങ്ങ് ഭംഗിയായി ഞാൻ പഠിപ്പിച്ചു എന്നൊന്നും എനിക്ക് അവകാശമില്ല. എങ്കിലും എനിക്കറിയാവുന്നതും മനസ്സിലായതും വായിച്ചതും പഠിച്ചതുമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം പറയാനും ചെയ്യാനും ഒക്കെ പറ്റി. അതുകൊണ്ട് ഈ അവസരം ലഭിച്ചതിലുള്ള നന്ദിയും സ്നേഹവും ഒക്കെ നിങ്ങൾ എല്ലാവരോടും പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും വെരി ഗുഡ് ലെസൺ. ഞങ്ങളെല്ലാം നല്ലപോലെ അത് പഠിച്ചു. അച്ഛന്റെ ടീച്ചിങ് വൈസ് വാസ് വെരി ഗുഡ്. താങ്ക് യു. അത് പൂർണ്ണമായി വന്ന് ചെയ്യാൻ സമയം കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട്, എനിക്കത് പുസ്തകത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉള്ള സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പുറമേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 1 വർഷം പോലും പഠിച്ചാൽ തീരാത്ത ഒറ്റ പുസ്തകം ഇത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, ടോപ്പിക്സ് ഒരുപാടുണ്ട്. നമ്മൾ ഒത്തിരി വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓവറോൾ നല്ലൊരു അഭിപ്രായം എല്ലാത്തിനും ഉള്ളത് അച്ഛൻ്റെ. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ആശീർവാദം പറക്കുമാർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, നാം പഠിച്ച കാര്യങ്ങളുടെ മേലും, അതിന്റെ പ്രായോഗികമായ ജീവിതത്തിന്റെ അർത്ഥങ്ങളുടെ മേലും, സഭയിന്മേലും നാടിന്മേലും ഇടവകളിൽ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇതിന്റെ സമ്മറി എല്ലാവരും അയച്ചോളൂ കേട്ടോ. അച്ഛൻ ഒരു 3 വീക്സിനകത്തൊക്കെ ആയിരിക്കും അത് മലക്സിബോൾ പോസ്റ്റ് ചെയ്യും. ഓക്കെ. താങ്ക് യു.